ഇതാരും എന്നോട് ചോദിച്ചിട്ടല്ല, എങ്കിലും ഇതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. എങ്കിലും ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഏത് ഇവന്റിൽ ഏത് മേഖലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഡെക്കറാണോ അതോ കാറ്ററിംഗ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. എനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടം, ആദ്യം ഞാൻ ഒരു മുൻഗണന നൽകുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കിൽ ഉറപ്പായിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ 1-2 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള, പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം. അതായത് നമ്മളുടെ ആ വർക്ക് അല്ലെങ്കിൽ ആ ഇവന്റ് അത്ര മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മളുടെ ലേബേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ സാലറിയും വേജും കറക്റ്റ് സമയത്ത് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിന് ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസും മറ്റ് സർവീസും നൽകുന്ന വെൻഡേഴ്സ്, അവരുടെ പേയ്മെൻറ്റ്സും കറക്റ്റ് സമയത്ത് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം. കാരണം ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വർക്ക് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് കിട്ടി ഇവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് എനിക്ക് നിറയാറുണ്ട്. ഞാൻ പേഴ്സണലി പറയുന്ന കാര്യമാണ്. കാരണം ആ വെഡ്ഡിങ് ഡേയിലോ അല്ലെങ്കിൽ ആ ഇവൻറ്റിൻ്റെ ആ ഒരു 2-3 മണിക്കൂറിലേക്ക് നമ്മൾ ആ കസ്റ്റമറിന് കൊടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നതാണ് ഇവരുടെയൊക്കെ കഠിനാധ്വാനം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഡെക്കർ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സർവീസസ്, അത് നമ്മളൊരു ബിഹൈൻഡ് ദ സീൻ അല്ലെങ്കിൽ BTS വീഡിയോ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ ആ വർക്ക് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അതിൻ്റെ എഫേർട്ട് എത്രത്തോളം അതിനകത്ത് എടുത്തിട്ടുണ്ടെന്നുള്ളവർക്ക് മനസ്സിലാവും. ഒരു ഇവന്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഉണ്ടാകുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മളുടെ കൂടെ നിൽക്കുന്ന ടീമിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ.